ഭയങ്കര വയലൻസ് ഒക്കെ ആയിട്ട് അടിപിടിയൊക്കെ നടന്നിട്ട് ഇത് പ്രാങ്കാന്ന് പറയുമ്പം ചിലവരൊക്കെ ചിരിക്കും അല്ലെങ്കിൽ പൊട്ടിക്കരഞ്ഞ ഒക്കെ മനസ്സിലാക്കും. അതെ ഇത് അതെ മനസ്സിലാക്കാതെ വിഷയമായിട്ടുള്ള ഷോ ഉണ്ടോ? ഉണ്ട്. ഒരാള് ഭയങ്കര പ്രശ്നാക്കിയിട്ട് അത് എത്ര നമ്മള് ആളിനെ പറഞ്ഞത് മനസ്സിലാക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. ഹസ്ബൻഡ് ഓൾറെഡി നമ്മളെ എഗ്രിമെന്റ് ചെയ്യിപ്പിക്കും കേട്ടോ. ഓ, കാര്യം ഓക്കെ. ആ. ഇവര് ഇങ്ങോട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഉം. ആരായാലും. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ട് ചാനലിൽ വരുമ്പോൾ അവരെ കൊണ്ട് എഗ്രിമെന്റ് ഉം. ചെയ്യിപ്പിക്കും. എന്നിട്ട് അപ്പോൾ അവർ പറയും ഇല്ല കുഴപ്പമില്ല, അറിയുമ്പോൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം വിഷയമായി ഇതിനി ഇറക്കണ്ട അങ്ങനെ ടെലികാസ്റ്റ് ഉണ്ട്. ചെയ്യാതെ പോയിട്ടുള്ളതുണ്ടോ? അങ്ങനെയുണ്ട്. അതെന്തായിരിക്കും കാരണം? അത് ഇപ്പോഴാണ് ഇങ്ങോട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ട് ഈ പ്രാങ്ക് ഷോ ചെയ്യാറുള്ളത്. ഓക്കെ. അതിന് മുന്നേ ഞങ്ങളിങ്ങനെ പോയിട്ട് ഇപ്പോൾ ഒരു ഏരിയ കാണുമ്പോൾ അല്ലെങ്കിൽ അവര് പ്രാങ്ക് ചെയ്യാൻ പറ്റും, അവരിതൊന്നും കാണുന്ന ആളല്ല, ഒന്ന് സാബു ചേട്ടനൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കറങ്ങിയിട്ടൊക്കെ വരും. അപ്പം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രാങ്ക് ചെയ്യാന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാവുന്ന ആൾക്കാർ ആൾക്കാരുണ്ട്. ഇത് കണ്ടു അപ്പോൾ അത് കഴിയുമ്പോ പറയുമ്പോൾ ഞങ്ങളതങ്ങ് സ്റ്റോപ്പ് അപ്പൊ ചെയ്തിട്ട് അത്ര വേറെ എടുക്കും. എളുപ്പമുള്ള പരിപാടിയൊന്നും പരിപാടി അല്ല. അല്ല. അതെ. ഇത് ഫസ്റ്റ് തൊട്ടാ ലാസ്റ്റ് വരെ അത് അവര് പ്രാങ്ക് ആവുന്നവരെ നമുക്കും ടെൻഷനാണ്. നമ്മളിങ്ങനെയൊക്കെ പറയെങ്കിലൊക്കെ ഉം. ചെയ്യുന്നെങ്കിലും നമുക്കും ടെൻഷനാണ്, എല്ലാവർക്കും ടെൻഷനാണ്. സക്സസ് ആവണമല്ലോ. അയ്യോ, അഭിനയിക്കുന്ന ഒരു പോലെയല്ലല്ലോ. കമന്റ് ഞാൻ കണ്ടത് ഈ പ്രാക്കൊക്കെ ഇവിടെ കൊണ്ട് വീട്ടുവന്ന്. ഞാനും അതിപ്പോ പറയാറുണ്ട്. ഞാൻ ചോദിക്കും, സാർ ഈ ആൾക്കാര് ഇപ്പം ആ ഒരു ടൈം നമുക്കറിയാം, കൂടെ നിൽക്കുന്നവർക്കറിയാം ഇത് പ്രാങ്ക് ഷോ ആണെന്ന് അറിയാം. ആ വ്യക്തിക്ക് അവർ നന്നായിട്ട് അത് പെയിൻ അനുഭവിക്കുന്നതാണ്. ആ സമയത്ത് അവർ പറയുന്ന വാക്കുകളൊക്കെ നമുക്കത് ഏക്കാതെ പോകുമെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അത്ര ഉൾക്കൊണ്ട് പറയുന്നതാ. നമുക്ക് അതിനെ തീർച്ചയായിട്ടും. തമാശ എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ആരും തലകറങ്ങി വീഴോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല. ആ. ഇല്ല. കാര്യം അവരെ ഹെൽത്തിനെ പറ്റി നമ്മൾ ചോദിക്കാറുണ്ട്. ഓ, അങ്ങനെ ചോദിക്കും. ആ. അങ്ങനെ ഉള്ളവരെ എടുക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറ്റത്തില്ല എന്ന് പറയും. അവര് ഓക്കെ. അത്രയും നമ്മൾ അവരെ പെയിൻ ആക്കിയല്ലേ ഇപ്പൊ ഈ വീട്ടിൽ പറഞ്ഞിട്ട്. നടക്കുന്ന ഒരു കാര്യം, ആ. വിനീത് ഇറങ്ങി ഓടുന്ന ആൾക്കാരെ വിളിച്ച് കൂട്ടുന്നു, ഉം. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ജനങ്ങൾ കൂടുന്നു, നിന്റെയൊക്കെ എന്നാ പ്രാങ്ക് ഷോ ആടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായി. ഇല്ല. കാര്യം ഒരു വീട്ടിനുള്ളിലോ അങ്ങനെ അപ്പൊ ആ പരിസരത്തുള്ളവരടുത്ത് പറയും പറയും. ഓ, ശരി, ശരി. ഷോയാണ്, ഉം. അപ്പൊ എന്തെങ്കിലും ബഹളോ പ്രശ്നമൊക്കെ ഉണ്ടായാലും മൈൻഡ് ചെയ്യണ്ടെന്ന് പറയും. അപ്പൊ ഇപ്പൊ അവരങ്ങോട്ട് ചെന്ന് ഇങ്ങനെ പറയാൻ നിന്നാലും അവരാ കേൾക്കാൻ നിൽക്കാണ്ട് പോവും. പിന്നെ ചിലത് ഒരു പ്രാവശ്യവും മറ്റോണ്ട് അത് പറഞ്ഞിട്ട് കൂടി അവരടുത്ത് പറഞ്ഞ് നമുക്ക് ചീറ്റിപ്പോയിട്ടുള്ളതുണ്ട്. അതെങ്ങനെ? അതെന്ന് വെച്ചാല് ഇതേപോലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവര് ഭയങ്കരമായിട്ട് വയലന്റ് ആയിക്കെ വന്നതാ. ഉം. എന്നിട്ട് അവര് പറഞ്ഞു ഞാൻ പോയി പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് നടന്നു. ഒരു വസ്തുവിന്റെ ഇതായിരുന്നു. ഉം. അപ്പോൾ അവര് പറഞ്ഞു ഇത് പ്രാങ്ക് ഷോയാണ്, അവര് നേരത്തെയൊക്കെ വന്ന് ക്യാമറ വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവര് വന്ന് നമ്മളെല്ലാം കളിയാക്കുന്ന പോലെ ഇങ്ങോട്ട് റിപ്ലൈ തരാൻ തുടങ്ങി. ഓ, അങ്ങനെ ആ നമ്മളെ ചീറ്റ് ആ ചെയ്തിട്ടുണ്ടോ? ആ ആള് പറഞ്ഞതിന്റെ ഇതിൽ ആൾക്ക് മനസ്സിലായി ഇത് ഓക്കെ. പ്രാങ്ക് ഷോ ആണ്. അപ്പൊ അത് പൊളിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട്. പോയി. അങ്ങനെ പൊളിഞ്ഞു പോകുമ്പോ ഉണ്ടാകുന്ന ഒരു വേദന എന്തുമായിരിക്കും? അത് കുറച്ച് ടൈം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ദൂരത്തോട്ട് ഇപ്പൊ വേറെ ജില്ലയിൽ പോയി ഉം. എടുക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു പോകും ഇത്ര എപ്പിസോഡ് ചെയ്യണമെന്ന് ചാനലിൽ പറഞ്ഞിട്ടാ പോകുന്നത്. ചാനലിൽ പറയും ഒരു ദിവസം 2 എപ്പിസോഡ്. ഓക്കെ. അപ്പോൾ അത് ഒരെണ്ണം പോകുമ്പോൾ അത് എപ്പോഴെങ്കിലും ആ ദിവസം നൈറ്റോട് കൂടിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ 3 ചെയ്യേണ്ടി വരും. ഓ. കവർ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ ഇടയ്ക്കൊരു കോഴിക്കോട് പോയപ്പോൾ ഇതുപോലെ അവർക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. ഈ കോഴിക്കോട് ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അവരെ. കോഴിക്കോട്ടുകാര്. ആ ആ. അപ്പൊ എന്നിട്ട് അവർക്ക് കുറെ ആയപ്പോ അത് മനസ്സിലായേ. ഓക്കെ. മനസ്സിലായപ്പോ അവരിത് കാണുന്ന ആളാണ്. അവര് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. പിന്നെ ആയപ്പോ ഇവർക്ക് ആരോ ഈ സൈഡിൽ നിന്ന് പറഞ്ഞിട്ട് മനസ്സിലായി. മനസ്സിലായി. ആ. അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടേ ഇറങ്ങിപ്പോയി. അത് ഒട്ടും ഓക്കെ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ എടുത്തില്ല. സംഭവിക്കും. അങ്ങനെയൊക്കെ ഞാൻ ഈ സംഭവിക്കാറുണ്ട്. ഒരു ചോദ്യം വിനീതോട് ചോദിക്കാൻ തന്നെ കാരണം, ഒന്ന് ഈ പ്രാക്കൊക്കെ ഇവിടെ കൊണ്ട് വിട്ടു എന്നുള്ള കമന്റ്, അതോടൊപ്പം തന്നെ ഇത് സ്ക്രിപ്റ്റഡാ, ഇതാ രണ്ടുപേരും അറിഞ്ഞിട്ടുള്ളതാ. പക്ഷെ സ്ക്രിപ്റ്റഡ് അല്ല. അല്ല, ഒരിക്കലും അല്ല.